ഞാൻ ചോദിക്കട്ടെ, കലി വന്നിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാലും അത് തെറിയാണ്. ഞാൻ തെറി പറയല്ല, അന്ന് തീരുമാനമെടുത്തു. ആഷ നമ്മളെ ചൊറിഞ്ഞു വരും. ആഷ എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ അവളെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്നാണ്, കൂടി ഒരു തെറിയാണ്. സുഹൃത്തുക്കളെ, ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ച ബാബു അബ്രഹാമുമായിട്ടുള്ള സംഭാഷണമാണ്. ഇതിന്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തിരുവല്ല CSS ബുക്ക് ഡിപ്പോയിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമാണ്. ഈ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം കഴിഞ്ഞ 8 മാസത്തിനുള്ളില് 50 എഡിഷൻ പബ്ലിഷ് ചെയ്യുവാൻ സാധിച്ചു. ഇതൊരു വലിയ നേട്ടമാണ്. ഇന്നത്തെ സംഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നസ്രായനായ യേശു ക്രിസ്തുവായി വളരുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവാണെന്ന് നിങ്ങളെ കാണുമ്പം അവർ തിരിച്ചറിയും. അല്ലാതെ നീ പോയപ്പോൾ നിന്റെ കഴുത്തിൽ ഒരു കൊന്തയുണ്ടായിരുന്നത് കൊണ്ട് നീ ക്രിസ്ത്യാനിയാണെന്നറിയും. നീ പോയപ്പോൾ നിന്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് നീ അച്ഛനാണെന്ന് അറിയണം. ആണോ? നീ പോയപ്പോൾ നീ ഒരു ഉടുപ്പിട്ടിരുന്നാൽ നീ അച്ഛനാണെന്ന് അറിയണം. അങ്ങനെയാണോ? ഇനി പറയുന്നേ, നമ്മളുടെ വിശ്വാസികൾ നമ്മൾ സാരി ഉടുത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് മണിയടിച്ച സമയപ്പോൾ അങ്ങോട്ട് പോയത് കൊണ്ട് അവളൊരു ക്രിസ്ത്യാനിയാണെന്ന് നമുക്കറിയാം. അല്ലെ? അങ്ങനെയൊക്കെയല്ലേ നമുക്കിപ്പോൾ അറിയാവുന്നേ? അല്ല, അവൾ നോക്കുമ്പോൾ നമുക്കറിയണം അവളൊരു ക്രൈസ്തവയാണ്. അവൾ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തെറി പറയരുത്. നമുക്ക് ചിലപ്പോൾ ദേഷ്യം നീ പോടാന്നൊക്കെ പറയും. അതൊക്കെ നോർമലാന്നേ. നമ്മൾ അതൊന്നും പാടില്ലെന്നല്ല പറയുന്നേ. എന്നാൽ അതൊന്നും തെറ്റല്ലെന്നേ. ഞാൻ ചോദിക്കട്ടെ, കലി വന്നിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാലും അത് തെറിയാണ്. ഞാൻ തെറി പറയല്ല, അന്ന് തീരുമാനമെടുത്തു. ആഷ നമ്മളെ ചൊറിഞ്ഞു വരും. ആഷ എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ അവളെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്നാണ്, അത് കൂടി ഒരു തെറിയാണ്. അപ്പൊ ആ വാക്കിൽ അർത്ഥമില്ല. ശരിയല്ലേ അച്ഛാ? അപ്പോ യഥാർത്ഥത്തില് ഇത് സഭയ്ക്കെതിരെയുള്ളൊരു വിമർശനമല്ല. ചേച്ചിയുടെ പേരെന്നാ? ലിസ. ഇരിക്ക്, എഴുന്നേറ്റ് ബഹുമാനിക്കരുത്, ഇരുന്ന് തന്നെ ബഹുമാനിച്ചാൽ. ലിസ ചേച്ചി പള്ളിയിൽ പോകുന്ന ആളാണോ? ആണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പോ ഈ പള്ളിയിൽ പോകുന്ന ആളെ ചേച്ചി മാർത്തോമയാണ്, യാക്കോബയാണ്, എന്നാ? എന്നാ ഞായറാഴ്ച കുർബാന എത്ര മണിക്കാ? 8 മണിക്ക്. വീട്ടിൽ നിന്ന് നേരെ ദൂരമുണ്ട്? 4 മിനിറ്റ്. നടന്നു പോകാറുണ്ടോ? കാറിലേ പോവുള്ളൂ. കാരണം ക്രിസ്ത്യാനിയാണെന്ന് അറിയണമെന്ന് പോലും ഇല്ല. ഒളിച്ചും പാത്ത് 4 മിനിറ്റ് നടക്കേണ്ടത് പോലും കാറിലേ പോവുള്ളൂ. അപ്പോ ഇനി നടന്നു പോകുന്നു എന്ന് കാറില്ലായിരുന്നു, അപ്പൊ നടന്നു പോകുമല്ലോ. ചേച്ചീനെ കണ്ടാൽ ആ പള്ളിയുടെ സമയത്ത് പോകുന്നതുകൊണ്ടല്ലേ ക്രിസ്ത്യാനിയാണെന്ന് അറിയാവുന്നേ? അല്ലെ അപ്പുറത്തെ ശാന്തയായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്തിനാ ഈ പള്ളിയിൽ പോകണം? ശാന്ത പോകുന്നുണ്ടോ? അവളെന്തിനാ പോകുന്നേ? അവളെ പഠിപ്പിച്ചിരിക്കുന്ന അഹം ബ്രഹ്മം എന്നാണ്. അവളെ പഠിപ്പിച്ചിരിക്കുന്നത് അഹം ബ്രഹ്മം എന്നാണ്. അവൾ എന്തിനാ മുട്ടുകുത്തുന്നേ? മേക്കേട്ടായിട്ടൊക്കെ ഇട്ടു. ഇതാണ് അവരും ഒരു സ്ത്രീത്വത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനൊത്തൊരു ഇടപാടായത്. ഞാൻ അതിലേക്ക് കിടന്ന് നമ്മൾ 2 മണിക്കൂർ സംസാരിക്കും. അവളും പോയിട്ട് കാര്യമില്ല. തൊട്ടപ്പുറത്തുള്ള റഷീദ ഈ പ്രാവശ്യം മക്കയ്ക്ക് പോവുക. 60 വയസ്സായി. ഒത്തിരിപ്പൊക്കെ തീരണം. എല്ലാവരോടും പൊറുതിയൊക്കെ കൊടുത്ത് മൊത്തം സെറ്റാക്കി ഇവിടെ പോവുക. വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ചെന്ന് തിരിച്ചു വന്ന് ഹജ്ജൊക്കെ ചെയ്ത് അവൾക്ക് സ്വർഗരാജ്യം അവൾ ഉറപ്പിച്ചേക്കും. അതേനും പാലും ഒഴുകുന്നുണ്ടെന്നാ പറഞ്ഞ്. അവൾ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങൾ തമ്മിൽ? യാതൊരു വ്യത്യാസവും ഇല്ല, അല്ലേ? അപ്പൊ പിന്നെ ഇവരെന്തിനീ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്നു? ഇത് പിള്ളേര് സെറ്റിന് മനസ്സിലായി. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, ചെറുപ്പക്കാർ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ അവർ വരാത്തത്. കാരണം 12 വയസ്സ് തൊട്ട് അഭിനയമാണ്. മോഹൻലാല് വൈകുന്നേരം വരെ അഭിനയിച്ചു, വൈകുന്നേരം അഭിനയം നിർത്തി വീട്ടിൽ പരിപാടിയാണ് അവനുണ്ട് ജീവിതം. ഈ പിള്ളേർ 12 വയസ്സാകുമ്പോൾ തൊട്ട് അഭിനയിച്ച് 17 വയസ്സ് വരെയാണ്. മനസ്സിലാവുന്നുണ്ടോ? മോഹൻലാലിനാവുമ്പോഴോ പാൽക്കെ അവാർഡൊക്കെ കിട്ടും. ഈ പിള്ളേർക്ക് മൊത്തം ഈ ജനറേഷന് പാൽക്കെ അവാർഡ് കൊടുക്കണ്ടല്ലേ? ആരെങ്കിലും കൊടുത്തോ? കാരണം എന്നെ അഭിനയമാണ്. ഉറങ്ങുമ്പോൾ പോലും അഭിനയിക്കുക. എന്താണ്? വീട്ടിൽ അപ്പനും അമ്മയ്ക്കും വേണ്ടിയുള്ള അഭിനയം. കോശേച്ചൻ നടന്നു പോവുക. അന്നേരത്തേനും കയ്യിൽ നിന്നൊരു പുസ്തകം ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ വെച്ചാ അത് നോക്കുന്നു പോലും ഇല്ല. കോശേച്ചന് പുസ്തകം ഇഷ്ടമായതുകൊണ്ട് കോശേച്ചനെ കാണിക്കുക പുസ്തകം. മനസ്സിലായോ? അപ്പുറത്തൊരു കന്യാസ്ത്രീ വരുക. അന്നേരത്തേനും എന്നാ ചെയ്യുന്നേ? കന്യാസ്ത്രീ ഗുഡ് മോർണിംഗ് സിസ്റ്റർ. അന്നത്തെ സിസ്റ്റർ അങ്ങ് പോകുമ്പോഴോ ഊളാ അവളെ എനിക്ക് കണ്ണിന് കണ്ടുകൂടാ. ഉണ്ടോ? അഭിനയമല്ലേ പറയുന്നത്? മൊത്തം അഭിനയം.
അപ്പൻ ഇഷ്ടമുള്ള പോലെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ, സഹോദരങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ള പോലെ, പള്ളിയിൽ അച്ഛന് ഇഷ്ടമുള്ള, കന്യാസ്ത്രീക്ക് ഇഷ്ടമുള്ള, ടീച്ചർമാർക്ക് ഇഷ്ടം അഭിനയിച്ച് തീർക്കുക. അപ്പൊ 12ാം ക്ലാസ്സിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അൻസിലല്ല, ഈ അനന്തു ഒന്നുമല്ല, ഒരു പേര് പറഞ്ഞു ഇപ്പോഴത്തെ അനീറ്റ ഇരിക്കട്ടെ. അനീറ്റ പറയാണ് അവളുടെ അപ്പനോട്, നോ ഫ്യൂച്ചർ ഡാഡ് ഹിയർ. If I continue to do something here in the future, nothing will happen. I will not get a job. The education is so poor, and I will become nobody. അപ്പൊ അപ്പൻ എന്നാ ചിന്തിക്കുന്നത്? ഈ ലോകത്ത് ഏറ്റവും സംഭവമായിട്ട് അപ്പൻ കാണുന്ന ആരെയാ? എന്നിട്ട് ഈ ബിന്ദു, ജെസി, ലാലി, ബാബു ഒക്കെ വളർന്ന് കമ്പിളി കണ്ടത്തെ നന്ദികുന്നേ മേരി വളർത്തിയ പോലെയുള്ള ഇടപാടാണോ ഇപ്പൊ നടക്കുന്നേ? അല്ലെന്നേ. പിള്ളേർക്കൊക്കെ അൽഫാമും സെറ്റും ഒക്കെ കഴിച്ച് എന്തിനീ അൽഫാമൊക്കെ കൊടുക്കുന്നേ? അൽഫാം മോശമാണോ? അതൊന്നും മോശം, ഒരു സാധനം മോശമല്ല. ഈ അപ്പനും അമ്മയും ഓർക്കുന്നത് എന്നാന്നറിയോ? ഈ പിള്ളേരെ എന്ന് പറയുന്നത് അവര് വേൾഡ് കപ്പ് കളിച്ച് കിട്ടിയ ഒരു ട്രോഫിയാണ്. അതുകൊണ്ട് അവര് പറയുന്നത് മുഴുവൻ മാർപ്പാപ്പയ്ക്ക് സമാനം, ഒരു തെറ്റുമില്ല. പിന്നെ പറയും ഈ പിള്ളേർ എപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. ഈ അപ്പനും അമ്മേന്റെ പരിപാടി. എന്റെ പ്രായമുള്ള അമ്മാവന്മാരുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്നാ പരിപാടി? എന്താ മൊത്തം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കറസ്പോണ്ടൻസ് കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരിക്കുക. അത് BA മുതൽ PhD വരെയുള്ള കറസ്പോണ്ടൻസ് കോഴ്സാണ്. അത് ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും കോൺടാക്ട് ലിസ്റ്റുള്ള മൊത്തത്തിനും ഗുഡ് മോർണിംഗ് കൊടുക്കും. അവനെയൊക്കെ ഭിത്തിയെ ചേർത്ത് മുഖം ഒരയ്ക്കണം ഇങ്ങനെ. കാരണം ശല്യാന്നേ. അവരാണ് പിള്ളേര് തൂക്കുക എന്ന് പറയുന്നത്. ഒരു മെസ്സേജ് ഈവൻ ഈ അച്ഛൻ അയക്കും, അച്ഛനത് ഈ അച്ഛൻ അയക്കും, ഈ ചേച്ചി അയക്കും, ഈ ചേച്ചിയുടെ 100 കോണ്ടാക്റ്റിന് ആ സാധനം കഴിക്കും. ആ 100 പേരും വേറെ 1000 പേർക്ക്. എന്നതാ അവിടെ എങ്ങാണ്ട് നടന്ന് ഇവൻ അതിലൂടെ നടന്നു പോകുന്നപ്പോഴേക്കും ഒരു പെണ്ണ് അപ്പുറത്തൂടെ പോകുന്നു എന്ന് കണ്ടതാ. ഇത് കറങ്ങി അടിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ആ പെണ്ണ് വെറ്റുന്നാവും. ഇതാ ഇടപാട്. അപ്പോ ഈ അഭിനയങ്ങളുടെ ഒരു ലോകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, സഭയിൽ ഇരുട്ടുള്ള ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഇരുട്ടുണ്ട് എന്ന് പറയുന്ന സഭയ്ക്കെതിരായിട്ടല്ല, അവിടെ വിളക്ക് തെളിക്കാൻ തുടങ്ങണം എന്നാവശ്യപ്പെടുന്നതാണ്. ഇനി ഈ അധികാരവും നമുക്കിത് എന്നാ ഇവരുടെ ഈ കുന്തവും പട്ടവും കുന്തവും ഒക്കെ അതൊക്കെ ഇരുന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് എപ്പോഴും വേണ്ടെന്നേ. എന്തിനാ ഇത്? ഈ പള്ളിയിൽ അച്ഛന്മാര് നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അവരുടെ ഡാൻസ് എനിക്കിഷ്ടമാണ്, പള്ളിയിൽ നിന്നും കളിച്ചോട്ടെ. എന്നാൽ പിന്നെ ഇവരുടെ ഡാൻസ് അത്രമാത്രം നല്ലതായിരുന്നു. യൂട്യൂബിലൊക്കെ കിട്ടോട്ടെ. അച്ഛൻ അടുത്ത ആഴ്ച പള്ളിയിൽ കണ്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയി ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക ഒക്കെ ചെയ്യുമ്പോഴേക്കും അച്ഛന് കിട്ടും. പള്ളിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതിന് ഞാനെതിരില്ല, അതിൽ പാപമുണ്ടെന്ന് ചിന്തിക്കാത്ത ഒരാളാണ്. അത് യൂട്യൂബിൽ ഇടുന്നതിലും പാപമില്ല. പക്ഷെ ഇത്രമാത്രം നല്ല ഡാൻസാണ് നീ കളിക്കുന്നെങ്കിൽ നീ ആ ഉടുപ്പിടാതെ കളിക്കണം. അന്നത്തെ എത്ര ലൈക്ക് കിട്ടുന്നെന്നും നീ ഉടുപ്പിട്ട് കളിക്കുമ്പോൾ എത്ര കിട്ടുന്നെന്നും നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് അതിൽ തന്നെ ഒരു പാപമേഖലയൊന്നുമല്ല. അത് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രം. ഇനി കമ്പിളി കണ്ടം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്താനുള്ള ഒരു പുസ്തകമല്ല, അത് ഓർമ്മപ്പെടുത്തുന്ന മാത്രമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അച്ഛൻ ഓർക്കണം, കന്യാസ്ത്രീ ഓർക്കണം, വാദ്യാർ ഓർക്കണം. ഇൻസിഡന്റ് ഉണ്ട് എല്ലാത്തിനും. വാദ്യാർ ഓർക്കണം, ട്രസ്റ്റി ഓർക്കണം. അവങ്ങളുടെ കൈ കെട്ടിയിരിക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ. എന്നാന്നറിയോ? കൈ കെട്ടി നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ കൈ കെട്ടി മുമ്പിലിരുന്ന അതിന്റെ അർത്ഥം എന്നാ? പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഇന്റർവ്യൂ ഇല്ലേ, നീ പോയെന്നാ. അതാണ് അതിന്റെ അർത്ഥം. ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. ഇതിങ്ങനെയാണ്. അവളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ എന്നെ അവിടെ പറഞ്ഞു എനിക്കില്ലെന്നാ. അടുത്ത ഒരു വീഡിയോടുകൂടി ഈ സംഭാഷണ പരമ്പര അവസാനിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.